ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വിവോ S5 എന്ന വിവോയുടെ പുതിയ സ്മാർട്ട് ഫോണാണ്. സോ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ വിവോ S5 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. അതായത് നമുക്ക് സെൽഫി ക്യാമറ ഡിസ്പ്ലേയുടെ ഉള്ളിൽ തന്നെയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.44 ഇഞ്ചാണ്. അതുപോലെ തന്നെ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. നമ്മൾ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 712 ഒക്ടാ കോർ പ്രോസസ്സറാണ് ലഭിക്കുന്നത്. സോ വളരെ മികച്ചൊരു ചിപ്സെറ്റോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 9 കസ്റ്റമൈസ്ഡ് ഫൺ ടച്ച് OS 9.2 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് രണ്ട് വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്. 6GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും 8GB റാം 256GB ഇൻറ്റേർണൽ സ്റ്റോറേജും. നമുക്ക് ചെറിയ വേരിയൻ്റായ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാം SD കാർഡ് ഉപയോഗിച്ച്. പക്ഷേ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ ക്യാമറയിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്കൊരു ക്വാഡ് റിയർ ക്യാമറയാണ് ലഭിക്കുന്നത്. ക്യാമറ ഡിസൈൻ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ കാണാം. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. മിക്കവാറും അത് സോണി IMX586 സെൻസർ ആയിരിക്കും. പിന്നെ നമുക്കൊരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും പിന്നെ ഒരു 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും നമുക്ക് കാണാം. പിന്നെ LED ഫ്ലാഷും നമുക്ക് റിയർ സൈഡിൽ കാണാൻ സാധിക്കും. സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 32 മെഗാ പിക്സലാണ്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേയുടെ ഉള്ളിൽ തന്നെയാണ് ലഭിക്കുന്നത്. ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 4010 mAh ആണ് ബാറ്ററി വരുന്നത്. അതോടൊപ്പം തന്നെ 18 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് USB Type-C പോർട്ടാണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. 3.5mm ഓഡിയോ ജാക്കും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്: ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ബ്ലൂ. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ വിവോ S5 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ആൻഡ് ലോഞ്ചിങ് ഡേറ്റ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 18,000 രൂപയാണ്. അത് നമ്മുടെ ബേസ് വേരിയൻറ്റിനാണ്. 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് November 14th ആണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. കാരണം നമുക്കൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബേസ് വേരിയൻറ്റ് വരുന്നത് 6GB റാമാണ്. പിന്നെ നമുക്കൊരു ക്വാഡ് റിയർ ക്യാമറയും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ലഭിക്കുന്നുണ്ട്. സോ വളരെ മികച്ചൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് വിവോ S5. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.